ഗൈസ് അങ്ങനെ ഷീൽഡ് റേസിൽ ഒഡീഷ FC കൂടി ഉണ്ട് എന്നുള്ളത് അവരുടെ ഇന്നത്തെ മത്സരത്തിലെ പ്രകടനം ഊട്ടി ഉറപ്പിക്കുന്നു. 4-1 എന്ന് പറയുന്ന സ്കോറിൽ ജംഷഡ്പൂർ FC പരാജയപ്പെടുത്തുന്നു. അത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമാണ് അവർക്ക് 4-1 എന്നുള്ള ഒരു സ്കോർ വിജയിക്കാൻ സാധിച്ചത്. ഇതോടുകൂടി സ്കോട്ട് കൂപ്പർ എന്ന് പറയുന്ന ജംഷഡ്പൂർ FCയുടെ പരിശീലകൻ്റെ ഒരു പരിശീലക സ്ഥാനവും ഏതാണ്ട് തെറിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. ഒഫീഷ്യലി ഞാൻ വീഡിയോ നേരെ ഒന്നും വന്നിട്ടില്ല. ഏതായാലും ഒരു കളിയുടെ ഇടയ്ക്ക് തന്നെ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ബട്ട് ഐ തിങ്ക് ഈ ഒരു മാച്ചിൽ ഇപ്പം 4 ഗോളുകളും 3 ഗോളുകളും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ രഹനേഷ് കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ളൊരു മത്സരമായിരുന്നു ഇത്, ആ ഒരു ഗോൾസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ എനിക്ക് തോന്നുന്നത് സ്കോട്ട് കൂപ്പർ അത്ര ഒരു മോശം കോച്ച് എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും വിലയിരുത്തില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ്. പിന്നെ ഞാൻ ഈ ഒരു ISL ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവരുടെ ഫോറിനേഴ്സ് അവരുടെ ഒരു പ്രൊഫൈൽ അത്ര നല്ലതല്ല. സാധാരണ ക്ലബ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ലോ പ്രൊഫൈൽ പ്ലെയേഴ്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് വൈസും ആ ഒരു ലെവലിലേക്ക് വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോറിനേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ആ ഒരു പ്ലെയേഴ്സ് പെർഫോമൻസ് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേണമെങ്കിൽ ഒരു ഡ്രോയൊക്കെ നേടാവുന്ന ഒരു മാച്ചായിരുന്നു. 4-1 തോറ്റ മത്സരമാണെങ്കിൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആണ് ആ ഒരു ഗോളിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ അവരുടെ ഒഡീഷ FCയുടെ ഗോൾ കീപ്പർ അമരീന്ദർ കിടിലൻ സേവുകൾ നടത്തിയിട്ടുള്ളൊരു മാച്ച് കൂടിയായിരുന്നു ഇത്. സോ ഈ ഒരു ഡിഫറൻസ് ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇവർക്ക് 4-1 വിജയിക്കാൻ സാധിച്ചതും 3 പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചതും. റോയ് കൃഷ്ണ ഹീറോ ഓഫ് ദി മാച്ചായി ഗോളും അസിസ്റ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. പക്ഷേ ഉറപ്പായിട്ടും ഈ ഒരു മത്സരത്തിൽ എന്നെ കൺവിൻസ് ചെയ്തിട്ടുള്ളൊരു താരം എന്ന് പറഞ്ഞാൽ ഇസാക്ക് എന്ന് പറയുന്ന ആ യങ്സ്റ്റർ ആയിട്ടുള്ള താരമാണ്. വാട്ട് എ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. കിടിലം പ്രകടനം തന്നെയാണ് നടത്തിയത്. അദ്ദേഹം തൻ്റെ ഗോൾ സ്കോർ ചെയ്യുന്നു, അതുപോലെ തന്നെ അസിസ്റ്റും ഈ ഒരു മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ISLൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഗോളും 2ാമത്തെ അസിസ്റ്റുമാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും ഒക്കെ കളിക്കുന്ന താരമാണ്. മികച്ച പ്രകടനം തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു താരം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഐ തിങ്ക് റെഡ് സ്റ്റാർ എന്ന് പറയുന്ന തൃശ്ശൂരിലെ അക്കാഡമിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം ഉയർന്ന് ഇപ്പോൾ ഒഡീഷ FCയിൽ സെർജിയോ ലൊബേറയുടെ അണ്ടറിൽ കളിക്കുന്നത്, ഒരു മികച്ച പ്രകടനം നടത്തുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഈ ഒരു മത്സരത്തെപ്പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. ഒഡീഷ FC എന്താ പറയുക, ആ ഒരു ഷീൽഡ് റേസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിനോടൊപ്പം തന്നെ സ്കോട്ട് കൂപ്പർ സ്ഥാനം തെറിക്കുന്നു എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പൽസറി കഴിഞ്ഞ സനിയ.